ഹലോ ഡിയേഴ്സ്, അങ്ങനെ ചെറിയ ഒരു ഇടവേളയ്ക്ക് ശേഷം പുതിയ വ്ലോഗുമായിട്ട് ഞാൻ വന്നിട്ടുണ്ട്. എല്ലാവർക്കും പുതിയ വ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് എൻ്റെ ഒരു ചെറിയ യാത്രേൻ്റെ വിശേഷങ്ങളാണ് ഈ വ്ലോഗ് കാണിക്കുന്നത്. വളരെ ചെറിയൊരു യാത്രേൻ്റെയാണ്. യാത്രേൻ്റെ വിശേഷങ്ങളെക്കാൾ ഈ യാത്രയിൽ എൻ്റെ കൂടെയുള്ള ആളും ഞാനും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു കഥയാണ് ഈ യാത്രയിൽ പറയാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടും ഞാനും കൂടി എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു അമ്പലമുണ്ട്, ചാമക്കാൽ ഭഗവതി ക്ഷേത്രം. അങ്ങോട്ടേക്ക് നടത്തിയ ഒരു യാത്രേൻ്റെ ചെറിയ ചെറിയ വീഡിയോസാണ് ഞാനിതിൽ കാണിച്ചു തരുന്നത്. അപ്പോൾ ആളെ ഇപ്പോൾ കാണിച്ചു തരാം. ഇതാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ജാസ്മിൻ. ഇവളും ഞാനും കൂടിയാണ് അങ്ങോട്ടേക്ക് പോയത്. അപ്പോൾ ഫ്രണ്ട്ഷിപ്പിൻ്റെ കഥ പറയുന്നതിനിടയ്ക്ക് ഒരു കോമഡി പറയാം. ഇപ്പം ഞങ്ങളെ ഡ്രസ്സ് കണ്ടില്ലേ, രണ്ടാളും ഒരേ കളർ ഡ്രസ്സ്. സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല ഇവക്ക് ആ കളർ ഡ്രസ്സ് ഉണ്ടാവുമെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. ഞാനത് ഇട്ടിട്ട് വന്നു. ടൗണിൽ നിന്ന് കാണുമ്പോഴത്തേക്ക് ഇപ്പോഴും അതേ കളർ. പിന്നെ ആകെ ചമ്മലായിപ്പോയി. എല്ലാവരും നമ്മളെ എന്തോ ഒരുമിച്ചടക്കുമ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ എന്തോ ചമ്മലായിരുന്നു. അത് പോട്ടെ, അതങ്ങനെ ഒരു രസം. അപ്പോൾ അമ്പലത്തിലെത്തി ഞങ്ങൾ തൊഴുവും പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് പ്രസാദമൊക്കെ മേടിച്ചതിന് ശേഷം അതിന് ചുറ്റുപാടും കാണാൻ വേണ്ടി നടന്നു കുറച്ച് നേരം. കുറേ സമയം ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മളിങ്ങനെ നടക്കുക ഇത്. അപ്പോൾ മഴ വരുന്നുണ്ട് പോകുന്നുണ്ട്, അങ്ങനെയായിരുന്നു ആ യാത്ര. ഈ യാത്രയുടനീളം മഴ ഞങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ളത് ഒരു പ്രത്യേകത കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. ഇനി ഞങ്ങളെ ഫ്രണ്ട്ഷിപ്പിൻ്റെ കഥ. ഞങ്ങൾ രണ്ടാളും പഠിച്ചത് പയ്യന്നൂർ വനിതാ പോളിയിലാണ്, റെസിഡൻഷ്യൽ വുമൻസ് പോളിടെക്നിക് കോളേജ് പയ്യന്നൂർ. അവിടെയാണ് ഞങ്ങൾ പഠിച്ചിട്ടുണ്ടായത്. അവിടെ ഫസ്റ്റ് ഇയർ തൊട്ടാണ് ഞങ്ങളെ ഫ്രണ്ട്ഷിപ്പും തുടങ്ങി. ഞങ്ങൾ ഏകദേശം ഒരേ നാട്ടുകാരാണെങ്കിലും ഞങ്ങൾക്ക് പരസ്പരം അറിയാത്ത ആൾക്കാരായിരുന്നു. ആ കോളേജിൽ നിന്ന് ഒരേ റൂട്ടിലേക്കുള്ള യാത്ര ചെയ്യുന്നത് കൊണ്ട് ഞങ്ങൾ ഫ്രണ്ട്സായി മാറിയതാണ്. അല്ലാണ്ട് ഫസ്റ്റ് ഇമ്പ്രഷനോ അട്രാക്ഷനോ ഒന്നും കൊണ്ട് ആയതല്ല. യാത്രയിൽ ഒരുമിച്ചായതുകൊണ്ട് ഫ്രണ്ട്സായി മാറി. ഇപ്പം വിട്ടുപിരിയാത്ത ഫ്രണ്ട്സായി മാറി. ഇതില്ലേ വട്ടപ്പൊരിയൻ ചെടി, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോയെന്ന് അറിയില്ല, എന്നാൽ പറയാമെന്നും എനിക്കറിയില്ല. ഞങ്ങൾ വട്ടപ്പൊരി എന്ന് പറയും. അപ്പോൾ അത് കണ്ടൊരു നൊസ്റ്റു തോന്നിയോണ്ട് എടുത്ത് വെച്ചതാട്ടാ. ഓണത്തിനെല്ലാം പൂടാൻ പണ്ട് ഏറ്റവും കൂടുതൽ എടുക്കുന്ന സാധനമായിരുന്നു. ഇപ്പം അത് കാണുന്നില്ല. അമ്പലത്തിൻ്റെ സൈഡിൽ കണ്ടേരം എടുത്ത് വെച്ചതാണ്. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ ആ ഫ്രണ്ട്ഷിപ്പ് അങ്ങനെ യാത്രയിലായ ഫ്രണ്ട്സായി. ഞങ്ങൾ എപ്പോഴും വിളിക്കാൻ വേണ്ടി പറ്റുന്ന, എന്ത് കാര്യവും ഷെയർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന, നമ്മുടെ ലൈഫിൻ്റെ ഒരു പാർട്ടായിട്ടുള്ള ഒരാൾ. നമുക്ക് കോളേജിൽ നിന്നായാലും ഇങ്ങനെ കുറേ ഫ്രണ്ട്സിനെ കിട്ടും, പക്ഷെ കുറച്ച് ആൾക്കാരെ നമ്മളെ കൂടെ എപ്പോൾ ഉണ്ടാവുള്ളൂ. അങ്ങനെ ഈ 2011 തൊട്ട് 26 വരെ എന്നും അതേ നിലക്ക് തുടർന്നു പോകുന്ന ഒരു ഫ്രണ്ട്ഷിപ്പാണ് ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ്. അതങ്ങനെ തന്നെ പോട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹവും. അവൾക്കൊരു വിഷമമുണ്ടെങ്കിൽ എന്നെ വിളിക്കാനും എനിക്കൊരു വിഷമമുണ്ടെങ്കിൽ അവളെ വിളിക്കാനും യാതൊരു ബുദ്ധിമുട്ടുമില്ല. എന്ത് വിഷമവും എന്ത് സന്തോഷവും ഒരുപോലെ ഷെയർ ചെയ്താൽ വിഷമത്തിൽ വിഷമിക്കും, സന്തോഷത്തിൽ സന്തോഷിക്കുകയും ചെയ്യുന്ന ഒരാളാണ് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ ഇത് അമ്പലത്തിലെ അന്നദാനം, സാമ്പാറും കാബേജ് വറവും നാരങ്ങാക്കറിയും പായസമെല്ലാം കൂട്ടി നല്ല ഒരു അന്നദാനമാണ് അമ്പലത്തിൽ നിന്ന് ലഭിച്ചത്. അപ്പോൾ അതെല്ലാം കഴിച്ചതിന് ശേഷം ഞങ്ങൾ മടങ്ങലാണ്. അപ്പോൾ തിരിച്ചു പോകുമ്പോൾ ഞങ്ങൾക്ക് രണ്ടാൾക്കും മക്കളെ സ്കൂളിൽ, ഞങ്ങളെ മക്കളൊരു സ്കൂളിലാണ് പഠിക്കുന്നത്, അവിടെ PTA മീറ്റിംഗ് ഉണ്ട്. അപ്പോൾ അതിലൊന്ന് പങ്കെടുക്കണം, അങ്ങോട്ട് പോകാനാണ് പരിപാടി. അപ്പോൾ ഇതാണ് ഫ്രണ്ട്ഷിപ്പിൻ്റെ കഥ. ഞങ്ങൾ രണ്ടാളും ഞങ്ങളെ ഫാമിലി ആയിട്ടും കാര്യങ്ങളുമായിട്ടും എല്ലാം ബിസി ആണെങ്കിലും ഇതുപോലെ കാണാൻ കിട്ടുന്ന അവസരങ്ങളിൽ കാണുകയും എപ്പോഴെങ്കിലും എല്ലാം വിളിക്കുകയെല്ലാം ചെയ്യുമെങ്കിലും ആ ഫ്രണ്ട്ഷിപ്പ് ഇപ്പോൾ തുടർന്നു പോകുന്നുണ്ട്. അപ്പോൾ മോൻ്റെ സ്കൂളിലെ മീറ്റിംഗെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ മോനെയും കൂട്ടി വീട്ടിലേക്കും അവളെ വീട്ടിലേക്കും പോയി. അപ്പോൾ ഇതാണ് ജാസ്മിനെ പരിചയപ്പെടുത്താനും ഞങ്ങളൊരു ഫ്രണ്ട്ഷിപ്പിൻ്റെ കഥ പറയാനായും ഈ വ്ലോഗ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ബൈ.